നമസ്കാരം, എല്ലാവർക്കും ടേസ്റ്റ് ബഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചിക്കൻ xakutiയുടെ റെസിപ്പിയാണ്. ഇതൊരു ഗോവൻ ട്രഡീഷണൽ ചിക്കൻ കറിയാണ്. അതുപോലെ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറിയുമായി നല്ല സാമ്യമുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ഒരു 25 എണ്ണവും 2 ഇഞ്ച് ഇഞ്ചിയും വേണം. പിന്നെ വേണ്ടത് 5 പച്ചമുളകാണ്. അടുത്തതായി ഞാനിവിടെ 1 കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം കണ്ട ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇനി തീരെ അരയുന്നില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം തളിച്ചു കൊടുത്താൽ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടുന്നതായിരിക്കും. ഇനി ഈ പേസ്റ്റ് ചിക്കനിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇത് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. രാത്രിയിൽ ഇത്രയും ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റത്തെ ദിവസം കറി ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിവിടെ ഇപ്പോൾ 2 മണിക്കൂറാണ് വെക്കുന്നത്. അതിനുശേഷം കറി ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. അടുത്തതായിട്ട് ഞാനിവിടെ 7 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 3 എണ്ണം ഞാൻ നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. ബാക്കിയുള്ള സവാള നമുക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം, അതായത് ചോപ്പ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം വേണം, പിന്നെ 2 പീസ് ഇതുപോലെ കറുവപ്പട്ട വേണം, പിന്നെ 1 ജാതിക്കയുടെ പകുതി ഇവിടെ എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, ജാതി പത്രി ഒരെണ്ണം, ഗ്രാമ്പു ഒരു 20 എണ്ണം വേണം, പിന്നെ ഏലക്ക ഒരു 3 എണ്ണം വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ്, തക്കോലം എന്ന് പറയും, സ്റ്റാർ അനീസ്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും വേണം. അതുപോലെ കുരുമുളക് ഇല്ലെങ്കിൽ കുരുമുളക് പൊടിയായാലും മതി. ഇനി നമുക്കിതെല്ലാം കൂടി ഒരു പാനിലിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം ഇതെല്ലാം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഞാനിവിടെ ഒരു വലിയ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് തേങ്ങ ഫുള്ളായിട്ടും ചിരകി എടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇങ്ങനെ ഒരു 5 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ ആദ്യം കാണിച്ച ആ 3 സവാള നീളത്തിലരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നോൺ സ്റ്റിക്ക് പാനുകൾ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. ഇനി ഞാൻ വറുത്ത് വെച്ചിരുന്ന മസാലകളെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അടുത്തതായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും മാറ്റി വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം കണ്ട 4 സവാള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഈ സവാളയും വെളുത്തുള്ളി എല്ലാം ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ഈ തേങ്ങേനെ മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും അരച്ചെടുക്കുമ്പോൾ. ഇനി അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളവും കൂടി എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം ഇതിൽ ചേർക്കരുത്, അപ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് പോകുന്നതായിരിക്കും. ഈ കറിക്ക് ഒരു തിക്ക് ഗ്രേവിയാണ് വേണ്ടത്. ഇനി ഒരു 7 മിനിറ്റ് കൂടി നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഞാനിവിടെ 2 തക്കാളി 4ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ചിക്കനിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇനി ഒരു 3 മിനിറ്റ് കൂടി ഇങ്ങനെ തിളപ്പിച്ച ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ചിക്കൻ ചാക്കുത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാധിക്കുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങ വറുത്തരയ്ക്കാനേ കുറച്ച് സമയം ആവശ്യമുള്ളൂ. പക്ഷേ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുമാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്